നീതീകരിക്കാനാവാത്ത ജയിൽ നോമിനേഷൻ ആയിരുന്നു പവർ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ആക്റ്റീവ് അല്ലാത്തവരെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞത്. പക്ഷെ അവര് മനഃപൂർവ്വം ഗബ്രീനെയും ജിൻഡോനെയും ചുമ്മാ കാരണങ്ങൾ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പക്ഷെ അതെല്ലാം വെറുതെ ആയിരിക്കുകയാണ്. ഗബ്രിയും ജിൻഡോയും തന്നെ ജയിൽ ടാസ്കിൽ ജയിച്ചു വന്നിരിക്കുകയാണ്. ജയിലിലേക്ക് പോകുന്നത് ആരൊക്കെയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടാസ്കിൽ ജയിച്ചത് നമ്മുടെ ഗബ്രിയും അതുപോലെ തന്നെ ജിൻഡോയുമാണ്. 2 ടീമായിട്ടാണ് ഇവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഗബ്രിയും ജിൻഡോയും വരുന്ന ഒരു ടീമും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും സിജോയും ഉള്ള വേറൊരു ടീമും. അപ്പൊ ടീംമേറ്റ്സും അതുപോലെ റസ്മിനാണ് ഇവരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു നൂൽപ്പാലത്തിൽ കൂടെ ബ്രഷ് വിടണം, അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് ചെന്ന് ബ്രഷ് ചാടണം. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ബ്രഷ് ചാടിച്ചത് നമ്മുടെ ഗബ്രിയുടെ ടീമാണ്. ഗബ്രി നന്നായിട്ട് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ജിൻഡോയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഗബ്രീനെ. അപ്പൊ സിജോയും അഭിഷേക് ശ്രീകുമാറുമാണ് അപ്പൊ ഇന്ന് ജയിലിലേക്ക് പോകുന്നത്. വലിയ കണ്ടന്റ് ഒന്നും അപ്പൊ ഇന്ന് ജയിലിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗബ്രി എന്തൊക്കെ പറഞ്ഞാലും ടാസ്കുകളിലൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരാൾ തന്നെയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും ഈ ആഴ്ച ആക്റ്റീവായിട്ട് കളിച്ചവർ തന്നെയായിരുന്നു. ഇവർ ജയിലിൽ പോകേണ്ടവരായിരുന്നില്ല ജിൻഡോയും ഗബ്രിയും. അപ്പൊ അതുപോലെ തന്നെ നടന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പവർ ടീമിന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.